തൃശൂർ കൊരട്ടിയിൽ വാഹന അപകടത്തിൽ 2 മരണം. കാർ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിക്കുകയായിരുന്നു. കോതമംഗലം സ്വദേശിയായ ജയ്മോൻ, മകൾ ജോയന്ന എന്നിവരാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്നവർ ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിന് എത്ര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ആശുപത്രിയിൽ കഴിയുന്നവരുടെ വിവരം എങ്ങനെയാണ്? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ 4:45 കൂടിയാണ് കൊരട്ടിയിൽ ദേശീയപാതയിൽ അപകടമുണ്ടാകുന്നത്. എറണാകുളം കോതമംഗലത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വേണ്ടിയിട്ടാണ് കോതമംഗലം സ്വദേശികളായിട്ടുള്ള ജയ്മോനും കുടുംബവും കൊരട്ടി വഴി പാലക്കാട്ടേക്ക് സഞ്ചരിച്ചത്. ഈ സമയത്ത് ഉറക്കം വന്ന് കാറിന്റെ നിയന്ത്രണം തെറ്റിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. പോലീസ് CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയാണ്. മാരുതി 800 വാഹനമാണ് ജയ്മോനും കുടുംബവും സഞ്ചരിച്ചിരുന്നത്. ജയ്മോനാണ് വാഹനം ഓടിച്ചത്. ഈ ദേശീയപാതയിൽ കൊരട്ടിയിൽ വെച്ച് നിയന്ത്രണം തെറ്റിയെത്തിയ കാറ് തൊട്ടടുത്ത് റോഡരികിൽ നിന്ന മരത്തിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഈ അപകടം നടന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജയ്മോനും 11 വയസ്സുകാരി ജോവനയും തൽക്ഷണം ഇവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റത് ജയ്മോന്റെ ഭാര്യ മഞ്ജുവിനും മകൻ ജോയലിനുമാണ്. 13 വയസ്സാണ് ജോയലിനുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ബന്ധു അലൻ, ഒരു 17 വയസ്സുകാരൻ വാഹനത്തിൽ കുടുംബത്തിനൊപ്പം സഞ്ചരിച്ചിരുന്നു. അലന്റെ പരിക്ക് ഗുരുതരമല്ല. മഞ്ജുവിന്റെയും ജോയലിന്റെയും പരിക്ക് ഗുരുതരമാണ്. ഇവരെ എറണാകുളം കറുക്കുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അപകട കാരണമെന്നടക്കം കണ്ടെത്തുന്നതിനായിട്ടുള്ള പരിശോധനകൾ പോലീസ് നടത്തുകയാണ്. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഫയർഫോഴ്സ് അപകടത്തിൽപ്പെട്ടവരെ എടുത്തത്. തൽക്ഷണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിതാവും മകളും മരിച്ചു. ലക്ഷ്മി, തൃശൂർ കൊരട്ടിയിലാണ് വാഹന അപകടത്തിൽ 2 പേർ മരണമടങ്ങിയിരിക്കുന്നത്. അച്ഛനും മകളുമാണ് മരിച്ചിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.